തിരുവനന്തപുരത്ത് ആദ്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ വന്നപ്പോൾ സഖാവ് മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടൊക്കെ തന്നെയാണ് എടുത്തത്. ഇപ്പോൾ മത്സരരംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഒരു മത്സരത്തെ? ഇത് നമ്മുടെ നാട്ടിലെ പൊതുവികാരമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു ആവശ്യമാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ, നമ്മുടെ എല്ലാം മനസ്സിനകത്ത് എപ്പോഴും സ്വന്തം രാജ്യത്തിൻ്റെ ഓർമ്മയാണ് ഏറ്റവും പ്രധാനം. ആ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഇവിടെയുള്ള ആളുകൾ സമാധാനപൂർവ്വം സ്നേഹപൂർവ്വം ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ഭരണകൂടം പെരുമാറുമ്പം രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുവാൻ എന്നെ നിർബന്ധിച്ചപ്പം ഞാൻ തയ്യാറാവേണ്ടി വന്നത്. കാരണം നാടിൻ്റെ പൊതു ആവശ്യമാണല്ലോ നമ്മുടെ ആവശ്യം. പൊതുപ്രവർത്തനം എപ്പോഴും രാജ്യത്തിൻ്റെ ഭാഗമാണ്, ജനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പം ആ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളെ കൂടെ നിൽക്കേണ്ടത് പൊതുപ്രവർത്തകൻ്റെ ഒരു കടമയാണ്. അതാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് സിറ്റിംഗ് MP ശശി തരൂരാണ് മത്സരിക്കാൻ പോകുന്നത്. BJP തന്നെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആലോചിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു മത്സരം എങ്ങനെയായിരിക്കും? അല്ല, ഏത് സ്ഥാനാർത്ഥികൾ എതിരാളികൾ എന്നുള്ളതല്ല, ആ എതിരാളികളുടെ വ്യക്തിത്വമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുകാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമാണ്, ഒരു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിൽ ഫെഡറൽ ഭരണ സംവിധാനം അനുസരിച്ച് സംസ്ഥാനങ്ങളോട് കാണിക്കേണ്ട ഒരു നീതിയും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കേരളത്തോട് കാണിക്കുന്നില്ല. നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ ജീവിക്കുന്ന ആളുകളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കേണ്ട കാരുണ്യം കാണിക്കേണ്ട, നമുക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും നൽകാൻ അവർ തയ്യാറല്ല. ഈ നിഷേധാത്മകമായ സമീപനത്തിനെതിരായി നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഏറ്റവും വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യ ഭരിക്കുന്നവർക്ക് കേരളത്തിലെ ഗവൺമെൻറ് കണ്ണിലെ കരട. കാരണം അവർ ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, ഇവിടെ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണകൂടത്തെ ഇല്ലാതാക്കണമെന്ന് അവർ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയല്ലേ നമ്മുടെ നാടിന് തരേണ്ട ഒരു ആനുകൂല്യം തരുന്നില്ലല്ലോ. എന്തിന് പ്രളയത്തിന് നമുക്ക് അരി തന്നതിന് പോലും കണക്ക് പറഞ്ഞ് വാങ്ങിച്ച ആളുകളാണ്. നമ്മളിവിടെ പുറത്തുനിന്ന് ജനങ്ങളോട് നമ്മൾ വായ്പ വാങ്ങാൻ പോയപ്പോൾ വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരാൾ. അതാണ് കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ. ഇപ്പോൾ കേന്ദ്രം പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ തന്നെ അവർക്ക് പറയേണ്ടി വന്നല്ലോ, 13,008 കോടി രൂപ ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് തീരുമാനമാക്കാമെന്ന്. ഒരു പൈസയും കേരളത്തിന് തരില്ല. ഇവിടെ നമ്മൾ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കേണ്ട അവൻ്റെ പെൻഷൻ പോലും കൊടുക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ നാടിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഏതാണ്ട് ശരിപ്പെടുത്താം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് അനുകൂലമായൊരു സമീപനമാണ് നിർഭാഗ്യത്തിന് കേരളത്തിലെ UDF സ്വീകരിക്കുന്നത്. അവരെങ്കിലും ആലോചിക്കണമായിരുന്നു കേരളത്തിൻ്റെ പൊതുകാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടിയെന്ന്. എന്നാൽ അതുമില്ല. എന്ന് പറഞ്ഞാൽ ക്ഷീരമുള്ളൊരകടിലും ചുവട്ടിലും ചോര തന്നെ കൊതുവിന് കൗതുകമെന്നത് പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും കേന്ദ്ര ഭരണത്തിന് താളം തുള്ളിക്കൊണ്ട് രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ശക്തിയായി പീഡിപ്പിക്കുന്നു. ഇപ്പോൾ വന്നല്ലോ നമ്മളെ മുമ്പിൽ ഒരു 2 ജാഥകൾ വന്നല്ലോ. ആ 2 ജാഥകൾ ഒന്ന് UDFൻ്റെ കോൺഗ്രസിൻ്റെ ജാഥയാണല്ലോ. ഒരു വാക്ക് കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു. അവർ എന്താ പറയാത്തത്? കേന്ദ്ര ഭരണകൂടത്തെപ്പറ്റി എന്താ മിണ്ടാത്തത്? അത് ഒരു അസാധാരണമായ മൗനമാണ്. ആ മൗനമാണ് കേന്ദ്രവും ഇവരും കൂടി ചേർന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഇല്ലാതാക്കുന്ന മൗനം. അതുകൊണ്ട് ജനങ്ങളുടെ പൊതുവികാരമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും പ്രകടിപ്പിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആരാണ് എതിരായി മത്സരിക്കുന്നത് എന്നുള്ളത് എൻ്റെ മുമ്പിൽ പ്രശ്നമല്ല. എല്ലാം മഹാന്മാരായിക്കൊള്ളട്ടെ. ഇന്നലെ ആരോ ചോദിച്ചു പ്രധാനമന്ത്രി വരുന്നുള്ള, പ്രധാനമന്ത്രിക്കും വേണമെങ്കിൽ മത്സരിക്കാം, പക്ഷെ മത്സരം വ്യക്തികൾ തമ്മിലുള്ളതല്ല. ഇന്നലെ പ്രധാനമന്ത്രി വന്ന് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചത് എനിക്ക് 2 അക്ക സീറ്റ് തരണമെന്നതാണ്. അത് നേരത്തെ ആഗ്രഹിക്കാൻ ആർക്കും അവകാശമുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾ കാണാമല്ലോ. എന്താ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്? കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്ന ഒരു പാവപ്പെട്ടൊരു വലിയ മനുഷ്യൻ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി നിർത്തി. എന്തായി? ഒരു സീറ്റ് കയ്യിലുണ്ടായതും പോയില്ലേ? കേരളത്തിൽ ശൂന്യമായല്ലോ, വട്ടപൂജ്യമായിരുന്നല്ലോ. BJP
ചരിത്രത്തിൽ ആദ്യമായി ഹെലികോപ്റ്റർ സ്ഥാനാർത്ഥി ഉണ്ടായ 2 മണ്ഡലങ്ങൾ മത്സരിക്കാൻ. എന്തുണ്ടായി ഇവിടെ? എന്താ കിട്ടിയത്? അതുകൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാജ്യത്ത് മതാധിഷ്ഠിത ഭരണം നടത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൽ ജനങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആ പാർട്ടിയോട് ഒപ്പിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തിനെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ ശരിപ്പെടുത്തി അധികാരം കൈവശപ്പെടുത്താമെന്ന് ധരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ, പ്രതിപക്ഷത്തിൻ്റെ കടം നിർവഹിക്കാത്തവർ, അവർക്കുമെതിരായി ജനങ്ങൾ വിധിയെഴുതുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇന്നലെ തൊട്ട് പ്രചരണം തുടങ്ങി. ഇന്ന് എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ? ഇന്ന് രാവിലെ മുതൽ ഞാൻ പ്രചരണം ആരംഭിക്കും. ഇവിടെ രാവിലെ ഇങ്ങനെ പോയി ഒരു കാപ്പിയെല്ലാം കുടിച്ച്, പിന്നെ നമ്മുടെ ഓരോരുത്തരും വഴിയിൽ ആളുകളെ കാണുന്നുണ്ടല്ലോ, മിക്കവാറും എല്ലാവരും പരിചയക്കാരാണ്. ഞാനിപ്പോൾ 10-40 വർഷമായി തിരുവനന്തപുരത്തിൻ്റെ ആളാണ്. കണ്ണൂരിലാണ് ജനിച്ചത്, പക്ഷെ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്തുകാരുടെ കൂടെ ഞാൻ എന്നും ഉണ്ട്. അവർക്കറിയാം എപ്പോഴും ഞാനുണ്ട്, എവിടെയും ഏത് കാര്യത്തിനും. അതുകൊണ്ട് ഞാൻ അവരെ കൂടെ നടക്കും. അങ്ങനെ ഇന്ന് എൻ്റെ പ്ലാൻ, ഇന്നലെ ഞാൻ പോയിരുന്നത് നെയ്യാറ്റിൻകരയാണ്. ഇന്ന് പാറശാല പോകണം. പാറശാലയിൽ പോയിട്ട് അവിടെ കുറച്ച് ആളുകളെയൊക്കെ കാണുക. പ്രധാന പരിപാടി തുടങ്ങിയില്ല, അത് ആരംഭിക്കണം അത്രേ. അതിനു മുമ്പ് ഒന്ന് കണ്ട് നമ്മുടെ ആളുകളോടൊന്ന് ലോഹ്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അവർക്കറിയാലോ നമ്മളെക്കുറിച്ച് അവരുടെ മുമ്പിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മളെ ജീവിതം ഒരു തുറന്ന പുസ്തകമെന്ന് അവർക്കറിയാം. മനുഷ്യർ എപ്പോഴും കാണുന്നതല്ലേ നമ്മൾ എങ്ങനെ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആരുമായി ബന്ധപ്പെടുന്നുണ്ട്, പൊതുപ്രവർത്തകരുടെ ബന്ധം എന്താണ്, പൊതുപ്രവർത്തനം എന്തിനു വേണ്ടി നിൽക്കുന്നു, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന. ജനങ്ങളെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങൾ നന്മയുടെ വഴി സ്വീകരിക്കുമെന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. തിരുവനന്തപുരത്തെ ജനങ്ങളെന്ന് പറഞ്ഞ് നവോത്ഥാന കാലഘട്ടം മുതൽ ഇവിടെ പോരാടിയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ തലസ്ഥാനം. ഈ തലസ്ഥാനത്തെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. അവർ ബുദ്ധിപരമായി കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ്, വിജ്ഞാനമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാം. നന്മയുടെ ഭാഗത്തവർ നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പന്ന്യൻ രവീന്ദ്രൻ. സ്ഥാനാർത്ഥികൾ ആരെന്നതിലല്ല, കൃത്യമായ പ്രചരണങ്ങൾ ഒപ്പം വിജയപ്രതീക്ഷ വച്ച് പുലർത്തുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ക്യാമറമാൻ NS സജീവിനൊപ്പം MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.